നമസ്കാരം. പാലക്കാട്ടു നിന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വിവാദങ്ങളുടെ ഒരു വലിയ ആഘോഷം, വലിയ ആരവം ഏറെക്കുറെ ഒടുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ നിശബ്ദതയുടെ ഒരു പകൽ നീളം. അതിനുശേഷം ഇന്നു രാത്രി കൂടി കഴിഞ്ഞാൽ എന്ത് വിധി എഴുതണമെന്ന് പാലക്കാട് തീരുമാനിക്കുകയാണ്. തുടക്കം മുതൽ പി സരിന്റെ സ്ഥാനാർത്ഥിത്വം, അതിനുശേഷം ഒരു പെട്ടി വിവാദം, അതിനുശേഷം ഒരു കട്ടൻ ചായ വിവാദം, അതിനുശേഷം സന്ദീപ് വാര്യരുടെ കൂടുമാറ്റം, പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇന്നിപ്പോൾ സിറാജിലും അതിനോടൊപ്പം തന്നെ സുപ്രഭാതത്തിലും വന്നിരിക്കുന്ന പി സരിന് വേണ്ടിയുള്ള പരസ്യം, അതിന്റെ സിംഹഭാഗവും കവർന്നെടുത്തിരിക്കുന്ന സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയം, ഇതൊക്കെയായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊണ്ട് ആകെ ഇളകി നിൽക്കുകയാണ് പാലക്കാടിന്റെ മണ്ണും മനസ്സും. നാളെ ആ വിധി എഴുത്താണ്. ശേഷം 23-ാം തീയതി പാലക്കാടിന്റെ വിധി അറിയുകയും ചെയ്യാം. പാലക്കാടിൽ നിന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. പാലക്കാട് സ്റ്റുഡിയോയിൽ നിന്ന് നമ്മളോടൊപ്പം PM ആർഷോ CPM-നെ പ്രതിനിധീകരിച്ചെത്തുന്നു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിന്റെ പ്രതിനിധിയായി നമ്മളോടൊപ്പം എത്തുന്നു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ശ്രീ ഉല്ലാസ് ബാബു BJP-യിൽ നിന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ തത്സമയം ചേരുകയും ചെയ്യും. ശ്രീ PM ആർഷോ, അങ്ങേക്കെന്നെ കേൾക്കാമോ? തീർച്ചയായിട്ടും കേൾക്കാം. ശ്രീ PM ആർഷോ, ഇതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം CPM-ന്റെ വക ഒരു പൂഴിക്കടകൻ എന്നൊക്കെയാണ് പലരും വിശദീകരിച്ചു കണ്ടത് ഈ പി സരിന് വേണ്ടിയുള്ള നിങ്ങളുടെ പരസ്യത്തെക്കുറിച്ച്. പക്ഷേ ആ മണ്ണ് വന്നു വീണതിൽ ഏറിയ കൂറും CPM-ന്റെ കണ്ണിൽ തന്നെയാണോ? നിങ്ങൾക്കിതൊരു ബൂമറാങ് ആയിട്ടുണ്ടോ? അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അല്ല, അങ്ങനൊരു വിശേഷണം ഞാനെവിടെയും കണ്ടില്ല, എൻ്റെ ശ്രദ്ധയിലും പെട്ടില്ല. ആരാ അങ്ങനെ വിശേഷിപ്പിച്ചത്? ശ്രീ ഷാഫി പറമ്പിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു ഇതെല്ലാം പൊളിഞ്ഞിരിക്കുന്നു, ഇത് പൂർണ്ണമായും ഇത് CPM-ന് തിരിച്ചടിയാകും എന്ന്. പൂഴിക്കടകനാണെന്ന് പറഞ്ഞു ഷാഫി പൂഴിക്കടകനാണെന്ന് പറഞ്ഞു. അല്ല, പൂഴിക്കടകനാണെന്നല്ല ഞാൻ പറഞ്ഞത്. തന്നെയാണെങ്കിലും ഷാഫി പറഞ്ഞത് ഇത് CPM ഒരു പ്രചാരണ തന്ത്രം എന്ന നിലയ്ക്ക് കൊണ്ടുവന്ന ഒരു പരസ്യം, അതിന്റെ തിരിച്ചടി ഉണ്ടാകുന്നത് CPM-ന് തന്നെയായിരിക്കും. പാലക്കാടിലെ മതനിരപേക്ഷ ജനത അതിനെ തള്ളിക്കളയും, അതിന്റെ തന്ത്രം തിരിച്ചറിയുമെന്നൊക്കെയാണ്. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്തുടനീളം കൃത്യമായ രാഷ്ട്രീയം ജനങ്ങളോട് സംവദിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു തെറ്റായ മാർഗവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭം മുതൽ ഇന്ന് ഈ ഘട്ടമെത്തി നിൽക്കുന്നത് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായ രാഷ്ട്രീയം സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഈ നാടിനോട് പറയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പറഞ്ഞിട്ടുണ്ട്. അത് തുടർന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏറെ ആത്മവിശ്വാസത്തോടു കൂടെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ളത്. നേരത്തെ അദ്ദേഹത്തിൻ്റെയൊക്കെ എന്താ പറയുക പ്രതികരണം കേൾക്കുമ്പോൾ വല്ലാത്ത ബേജാർ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ജനങ്ങൾക്ക് ബോധ്യം ഉണ്ടാകും. ബേജാറാകുന്ന ആളുകൾ ബേജാറായിക്കൊണ്ട് തന്നെ ഇരിക്കട്ടെ. പാലക്കാട്ടെ ജനതയ്ക്ക് മുൻപിലേക്ക് പാലക്കാടിൻ്റെ വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ കാലഘട്ടത്തിനകത്ത് ഉയർത്തേണ്ടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ സംവദിച്ചിട്ടുണ്ട്. അത് ജനം കേട്ടിട്ടുണ്ട്. അത് കേട്ട ജനം ഇടതുപക്ഷത്തെ തന്നെ ഹൃദയത്തിലേറ്റും തെരഞ്ഞെടുക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഇങ്ങനെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വന്നിട്ട് എന്തിനായിരിക്കാം തലേ ദിവസം ഇങ്ങനെ അനുമതി പോലും കൃത്യമായി വാങ്ങാതെ ഒരു പരസ്യം സിറാജിലും അതോടൊപ്പം സുപ്രഭാതത്തിലും വരുന്നത്? കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞത് പോരാതെ വന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ലത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് അനുമതി വാങ്ങിയിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ ഭാഷയാണ്. ഞങ്ങൾ കൃത്യമായിട്ട് അനുമതിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഭരണാധികാരി വിശദീകരണം ചോദിക്കുന്ന നിലയുണ്ടാകും. അതിന് വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം ഞങ്ങൾ കൊടുത്തു പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതിനകത്ത് മറ്റ് സാങ്കേതിക തടസ്സങ്ങളോ അല്ലെങ്കിൽ കൃത്യമായ അനുമതിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മാതൃഭൂമിയുടെ ഉൾപ്പെടെ പ്രതിനിധി പത്രസമ്മേളനം കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമതിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് സാങ്കേതിക പ്രയാസങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും സാങ്കേതിക പ്രയാസം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലല്ല, അതിനാവശ്യമായിട്ടുള്ള വിശദീകരണം ഞങ്ങൾ നൽകി പോകുന്ന നിലയുണ്ടാകും. പിന്നൊന്ന് ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്രപരസ്യം വരുന്ന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്യം വരുന്നത് എന്ന് തോന്നും ഇത് കേൾക്കുന്ന ആളുകൾക്ക്. മാധുവിൻ്റെ ചോദ്യം കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടല്ല
തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ പരസ്യമല്ലല്ലോ ശ്രീ പി എം മാർഷോ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവനവന്റെ സ്ഥാനാർത്ഥിയുടെ മുഖം അത് എട്ടുകോളം വലിയ പരസ്യമൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതിപ്പോ അസാധാരണത്വമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് കോൺഗ്രസിലേക്ക് BJP-യിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളുടെ രാഷ്ട്രീയം, പൂർവ്വകാല രാഷ്ട്രീയം വിശദീകരിക്കാൻ വേണ്ടി, സന്ദീപ് വാര്യരുടെ പൂർവ്വകാല രാഷ്ട്രീയം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അതിലേറിയ കൂറും ചെലവഴിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പരസ്യം, അതൊരു പരസ്യമല്ലല്ലോ സാധാരണഗതിയിൽ. നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പരസ്യമല്ല അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനെതിരായുള്ള പരസ്യമാണ്. അതായത് ഇപ്പോൾ ആദ്യമായിട്ടല്ല പരസ്യം ഉണ്ടായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഉൾപ്പെടെ മാതൃഭൂമിയിലടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരസ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പത്രത്തിനകത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്യം കൊടുക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ ചിത്രമായിരിക്കും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ, ചിലപ്പോൾ പ്രകടന പത്രികയിലെ ഭാഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് പരസ്യമായി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കുന്ന ഘട്ടത്തിൽ തെറ്റായത് എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? തെറ്റായതൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ അതിനകത്ത് സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ, കമൽനാഥിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതലേ ഞങ്ങൾ ഈ നാടിനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം കോൺഗ്രസ് പാളയം ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്ന ആളുകൾ ആവർത്തിച്ച് ഈ നാടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, കോൺഗ്രസിനകത്ത് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാർ അനുകൂല കോക്കസ് കോൺഗ്രസിനെ RSSന്റെ കയ്യിലേക്ക് കൊണ്ടുപോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ആ നീക്കത്തിന്റെ തുടർച്ചയായാണ് തൃശ്ശൂർ ഉൾപ്പെടെ BJP-യെ ജയിപ്പിക്കുന്ന നിലയിലേക്കുള്ള സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പാലക്കാടും രണ്ട് കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ മറ്റതിലേക്ക് പോകാം. ശ്രീ പി എം മാർഷ് ഇപ്പോൾ വൈകുന്നേരം ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പാലക്കാട്ടിലെ മതനിരപേക്ഷ സമൂഹത്തെ ആകെ വഞ്ചിച്ചുകൊണ്ട്, അവരുടെ ജനാധിപത്യ ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട്, സുപ്രഭാതത്തിലും സിറാജിലും മാത്രം ഒരു സമൂഹത്തെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കുക എന്നതാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സിറാജും സുപ്രഭാതവും മാത്രം? അല്ലത് ഷാഫി പറമ്പിലിന് എവിടെ നിന്നുണ്ടായിട്ടുള്ള ബോധ്യമാണ് എന്ന് എനിക്കറിയില്ല. സിറാജും സുപ്രഭാതവും വരുത്തുന്ന ആളുകൾ, അതിൻ്റെ വരിക്കാർ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണെന്നുള്ള വിവരം ഷാഫി പറമ്പിലിന് എവിടുന്ന കിട്ടിയത്? ഞങ്ങൾക്ക് ആ ഒരു ബോധ്യമില്ല. ഞങ്ങളുടെ ധാരണ അങ്ങനെയല്ല. ഇനി ഈ 2 പത്രത്തിൽ മാത്രമല്ല, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വിവിധ പത്രങ്ങൾക്കകത്ത് പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, വിവിധ കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി മാധുവിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അതിലെന്താണ് വിഷയം? എന്താ അതിലെന്താ പ്രശ്നം? എന്താ സുപ്രഭാതത്തിൽ ഇന്ന കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി പാടൂ, അല്ല അതെങ്ങനെ? അങ്ങനെ അതെവിടെ നിന്നുള്ള വിവരം അവർക്ക്? സിറാജും സുപ്രഭാതത്തിന്റെയും വരിക്കാരാകെ പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. അതല്ലാത്ത മറ്റാരും സിറാജ് വായിക്കുന്നില്ല, സുപ്രഭാതം വായിക്കുന്നില്ല എന്ന ബോധ്യം കോൺഗ്രസിന്റെ MP ഉൾപ്പെടെ മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എവിടെ നിന്ന് ലഭിച്ചതാണ് എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വിവരമല്ല, അങ്ങനെ എന്തെങ്കിലും സ്റ്റാറ്റിക്കൽ ഡാറ്റ നമ്മുടെ മുൻപിലുണ്ടോ? അങ്ങനെ ഒരു ഡാറ്റയും ഇല്ല. പരസ്യം LDF നയമല്ല എന്ന് CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് പറഞ്ഞിട്ടുണ്ട്. പരസ്യം എങ്ങനെ വന്നു എന്നറിയില്ല. LDFന്റെ കമ്മിറ്റികളിൽ ആലോചിച്ചിട്ടില്ല. LDFന്റെ പേരിൽ പ്രചരിക്കുന്ന ഈ പത്രപരസ്യം നൽകിയത് LDF അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഷാഫി പറമ്പിൽ മാത്രം കിട്ടുന്ന ഒരു വിവരമല്ല അപ്പോഴത്, അത് LDFന് കൂടി കിട്ടുന്നതാണ്, CPM-ന് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. അതായത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു പരസ്യം കൊടുക്കുക എന്നുള്ളത് LDFന്റെ നയമല്ല. അദ്ദേഹം പറഞ്ഞതിലൊരു തെറ്റില്ല. നിലവിൽ LDFന്റേതായി നൽകിയിട്ടുള്ള ഏത് പരസ്യ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പരസ്യം? വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു പരസ്യം ഈ പത്രപരസ്യം നൽകിയിരിക്കുന്നത് LDF അല്ല എന്ന് അദ്ദേഹം പറയുന്നു. LDFന്റെ കമ്മിറ്റികൾ ആലോചിച്ചിട്ടല്ല ഈ പരസ്യം നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഈ പരസ്യം എങ്ങനെ വന്നു എന്ന് CPIക്ക് അറിയില്ല എന്ന് കൂടി പറയുന്നു. വളരെ അല്ല, അദ്ദേഹത്തിന്റെ ബൈറ്റ് ഇപ്പൊ നേരത്തെ ഞാൻ ഓഡിയോ കുറച്ച് കേട്ടു. അതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ബൈറ്റിന്റെ ഒന്നും പൂർണ്ണ രൂപമൊന്നും അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും എനിക്ക് വ്യക്തതയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരസ്യമാണ് പോയിട്ടുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പരസ്യം നൽകിയിട്ടുള്ളത്. അതിനകത്തൊരു തർക്കവും വേണ്ട. ഇനി ഇതിൽ ഒരു നിലയ്ക്കും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യയുടെ മുന്നണിയുടെ പരസ്യമാണോ അതിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് അഭിപ്രായം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിൽ ആയിക്കോട്ടെ, എനിക്ക് അറിയാത്തൊരു കാര്യത്തിന്റെ മുകളിൽ ഞാൻ പ്രതികരിക്കേണ്ടതില്ലല്ലോ, ഞാൻ കേട്ടിട്ടില്ലല്ലോ. അപ്പോ
ഇതിനകത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റും പരസ്യവും ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി നൽകിയിട്ടില്ല. ഇനി അതിനകത്ത് ആ പരസ്യത്തിലെ ചില ശരികേടുകളുണ്ട്. ആ പരസ്യത്തിനകത്തുള്ള ചില വാചകങ്ങൾക്കകത്തെ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത മനുഷ്യനെ വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില വാക്കുകൾ അതിനകത്തുണ്ട്. ആ വാക്കുകൾ ഞങ്ങൾ കൊടുത്ത വാക്കല്ല. അത് ഇന്ന് കോൺഗ്രസ് ഇങ്ങനെ പൂമാലയിട്ട് എന്താ പറയാ ഗോൾവാൾക്കറെ തൊഴുതുന്ന ആളുടെയും ഈ പറഞ്ഞ പോലെ RSS ചായക്ക് കാവൽ നിൽക്കുന്ന മനുഷ്യന്റെയും നടുക്ക് കൊണ്ടിരുത്തിയിട്ടുള്ള ആളുകളുടെ വാക്കുകളാണ്, വാചകങ്ങളാണ്. അത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതാണ്. അവ തിരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇതുവരെ എന്നുള്ളത് ആ RSSന്റെ എന്നുള്ളത് ഞങ്ങൾ ഗൗരവപരമായി തന്നെ സമ്മതിക്കും. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പൊ സിറാജിലും സുപ്രഭാതത്തിലും മാത്രം കൊടുക്കുമ്പോൾ അത് ഒരു മതത്തെ മാത്രം അഡ്രസ് ചെയ്യുന്നതാണെന്നുള്ള വിവരം കോൺഗ്രസിന് എങ്ങനെയാണ് കിട്ടുന്നത്? അങ്ങനെയല്ല, സിറാജും സുപ്രഭാതത്തിന്റെയും വരിക്കാരായിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം വായനക്കാരല്ല എന്നാണ് CPM അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ കണ്ടന്റിൽ മതവിദ്വേഷം പരത്തുന്നതോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം അഡ്രസ് ചെയ്യുന്നതോ ആയ എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് CPM വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പത്രപരസ്യം കൊടുക്കാൻ അവർക്ക് എല്ലാ റൈറ്റുമില്ലേ? അവർക്ക് എല്ലാ അവകാശവുമുണ്ട്. ഞാൻ താങ്കൾ ചോദിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. ഈ സിറാജിലും സുപ്രഭാതത്തിലും വന്നിട്ടുള്ള കണ്ടന്റ് എന്തുകൊണ്ടാണ് ദേശാഭിമാനിയിൽ കൊടുക്കാതിരുന്നത്? ദേശാഭിമാനി പത്രത്തിലെങ്കിലും അതൊന്ന് കൊടുക്കേണ്ടിയിരുന്നില്ലേ? ബാക്കി പത്രങ്ങളൊക്കെ പോട്ടെ. അപ്പോൾ സിറാജിലും സുപ്രഭാതത്തിലും മാത്രം ആ കണ്ടന്റ് കൊടുക്കുകയും നോക്കൂ, നമ്മൾ കുറച്ചുകൂടി പുറകോട്ട് പോകാം. ഇവിടെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് അദ്ദേഹം BJPയുമായി പിണങ്ങി പിരിഞ്ഞ് അദ്ദേഹം കോൺഗ്രസ് പാളയത്തിലേക്ക് വന്നു. അതിന് മുമ്പൊരു 10-15 ദിവസത്തെ കാലയളവുണ്ടല്ലോ. ആ കാലയളവിൽ അദ്ദേഹം CPMലേക്ക് ചേരും എന്ന വാർത്തകൾ വന്നു. അത്തരത്തിൽ വാർത്തകൾ ഏറെ ചെയ്തപ്പോൾ തന്നെ CPMന്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ പരിപൂർണമായും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഇത്രയും ക്രിസ്റ്റൽ ക്ലിയറായ ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാൾ CPMൽ ചേരാതെ മറിച്ച് കോൺഗ്രസിൽ ചേർന്നപ്പോൾ അദ്ദേഹം ഇപ്പോഴും വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന CPMന്റെ സംസ്ഥാന നേതൃത്വത്തോട് പരമപുച്ഛം മാത്രമേ ഉള്ളൂ. തങ്ങളോടൊപ്പം നിന്നാൽ ഏറ്റവും വലിയ ജനാധിപത്യ വിശ്വാസി, തങ്ങളെ എതിർത്ത് നിന്നാൽ ഏറ്റവും വലിയ വർഗീയവാദി, ഈ അഭ്യാസവും ഈ അടവും ഒക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ വളരെ പ്രകടമാക്കി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും ഈ പത്രപരസ്യത്തിന്റെ പേരിൽ എന്നുള്ളതാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. ഈ പരാതി എന്തുന്നയിച്ചുകൊണ്ടാണ്, എന്തു കാര്യത്താൽ ഈ പരസ്യം ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിപ്പിക്കാൻ പാടില്ലാത്തത് എന്നാണ് UDFും കോൺഗ്രസും കരുതുന്നത്? ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ മാത്രം അദ്ദേഹം വലിയ വർഗീയവാദിയാകുന്നു. അദ്ദേഹം CPMലേക്ക് ചേരുമെന്നൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും AK ബാലനും അതുപോലെ തന്നെ പാലക്കാട് നിന്നുള്ള മന്ത്രിയായ MB രാജേഷും ഒക്കെ അദ്ദേഹത്തെ എന്തുമാത്രം പുകഴ്ത്തി പറഞ്ഞതാണ്. അദ്ദേഹം വന്നാൽ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹം ആ ഭാഗത്തേക്ക് ചെല്ലാതെ വന്നപ്പോൾ എന്താ പറയുന്നത്, അദ്ദേഹത്തോട് നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു. അത് പറ്റാത്തതുകൊണ്ടാണ്. എന്ത് വിവരക്കേടും എന്ത് പച്ചക്കള്ളവുമാണ് ഈ സമൂഹത്തോട് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു. അദ്ദേഹം പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം സജീവമായി നിൽക്കുന്നു. ഒരു RSSന്റെ അല്ലെങ്കിൽ ഒരു വർഗീയ ചേരിതിരിവുണ്ടായിരുന്ന അല്ലെങ്കിൽ വർഗീയമായി ചിന്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ അത് ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം അവിടെ തന്നെ നിൽക്കണമെന്ന് വാശി പിടിക്കുന്നത് BJPക്കാരനല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് വാശി പിടിക്കുന്നത്. സന്ദീപ് വാര്യർ ഒരു കാരണവശാലും കോൺഗ്രസിൽ ചേരാൻ പാടില്ല, അദ്ദേഹം BJPയുടെ ഭാഗമായി തന്നെ തുടരണം എന്ന് വാശി പിടിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി എന്താ ലക്ഷ്യമിടുന്നത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്താ ലക്ഷ്യമിടുന്നത്? അപ്പോൾ നിങ്ങൾ BJPയെ സഹായിക്കാനാണ് നിൽക്കുന്നത് എന്ന ഞങ്ങളുടെ വാദഗതി 100% ശരിവെക്കുന്നതല്ലേ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും തീരുമാനം? ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 പത്രങ്ങളിൽ പരസ്യം വന്നിരിക്കുന്നു. ശരിയാണ്, അവർ മാതൃഭൂമിയിൽ സപ്ലിമെന്റ് കൊടുത്തിട്ടുണ്ട്, പല പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ആ പത്രങ്ങളിൽ അതിലൊന്നുമില്ലാത്ത കണ്ടന്റ് ഈ 2 പർട്ടിക്കുലറായിട്ടുള്ള സുപ്രഭാതത്തിലും സിറാജിലും മാത്രമായി വരുന്നു. എങ്ങനെയാണ് നമ്മളൊരു പത്രപരസ്യം കൊടുക്കുന്നത്? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്രപരസ്യം നൽകേണ്ടത്? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിൽ അവരുടെ അറിവോടുകൂടി അവരുടെ അനുമതിയോടുകൂടി മാത്രമേ ഇത്തരത്തിൽ നമുക്ക് പരസ്യം കൊടുക്കാൻ കഴിയൂ. ഞങ്ങളും പത്രത്തിൽ പരസ്യം കൊടുത്തവരാണ്. ഞങ്ങൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വഴി നോക്കിക്കോളാം എന്നുള്ളത് ഈ പറയുന്ന വിവരക്കേടൊന്നും താങ്കളെ പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ ഏറ്റുപിടിക്കാതിരിക്കൂ. ഞാനും ഇതുപോലെ തന്നെ ഇതേ പാലക്കാട് തന്നെ ഞങ്ങളുടെ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട അനുമതിക്ക് അപേക്ഷിക്കുന്നതിന് നേതൃത്വം നൽകിയ ഒരാളാണ്. എനിക്ക് നേരിട്ട് നല്ല ബോധ്യമുള്ളതാണ്. അനുമതി കയ്യിൽ കിട്ടി അത് പത്രമാധ്യമങ്ങൾക്ക് നമ്മൾ പരസ്യത്തിൻ്റെ കണ്ടന്റ് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം ഇലക്ഷൻ കമ്മീഷൻ്റെ പെർമിഷൻ കൂടി കൊടുത്താൽ മാത്രമേ ഇത്തരം പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിയൂ. ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലുണ്ട്. ആ കമ്മിറ്റിയിൽ നമ്മൾ കൃത്യമായി നമ്മുടെ കണ്ടന്റ് ഉൾപ്പെടെ കൊടുക്കുകയും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ കൊടുത്ത കണ്ടന്റ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു പാർട്ടിയുടേത് ഇവിടെ ഈ പിന്നെ തേരുമായി ബന്ധപ്പെട്ട് അവരുടെ ആശംസയുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ സപ്ലിമെൻ്റ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ രാത്രി പത്രത്തിൽ പ്രിന്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് തന്നെ വെച്ചു. രാത്രി 9:30 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ അത് നിഷേധിച്ചതിൻ്റെ അതിന് അനുമതി നിഷേധിച്ചതിൻ്റെ പേരിൽ പിറ്റേന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ മുൻകൂട്ടി അനുമതിയില്ലാതെ ഒരു പത്രത്തിലും ഒരു പരസ്യവും കൊടുക്കാൻ കഴിയില്ല എന്നിരിക്കെ ഇത്തരത്തിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്ന പരസ്യം കൊടുത്തുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ നേരിട്ട് കൊള്ളാം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നിയമസഭയിൽ സ്പീക്കറുടെ ചേംബർ ഉൾപ്പെടെ അടിച്ചു തകർത്താണ്. അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി അത് അടിച്ചു തകർത്തെങ്കിൽ ഇവിടെ ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എന്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനും പാർട്ടി ശ്രമിക്കും. അതിന് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്കൊരു ഘടകമേ അല്ല, ഈ രാജ്യത്തെ നിയമം ഞങ്ങൾക്കൊരു ഘടകമേ അല്ല എന്ന് തീരുമാനിക്കുന്ന CPM-ഉം ഇടതുപക്ഷത്തെ ഞാൻ കുറ്റപ്പെടുന്നില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ മുഖ്യ കക്ഷിയായ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ പരസ്യം പറയണം എന്നൊരു പാർട്ടി തീരുമാനിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പരമാവധി ഉണ്ടാകാവുന്ന എന്ത് കോൺസിക്വൻസ് ആണെങ്കിലും അത് സഹിക്കാൻ അവർ തയ്യാറാണ്. അത് നോക്കിക്കോളാം എന്നാണല്ലോ പറയുന്നത്. അപ്പോ ഈ കണ്ടന്റ് പരപ്പിക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം അത് സാധൂകരിച്ചിരിക്കുന്നു. അതിലെന്താണ് തെറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് ജനാധിപത്യ ഇതാണ് താങ്കൾ അത് ചോദിക്കരുത്. ഇതാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കൽ. ഈ രാജ്യത്തൊരു നിലവിലൊരു നിയമം ഉണ്ടായിരിക്കെ ആ നിയമം അനുസരിച്ച് മാത്രമേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കാവൂന്നിരിക്കെ, ആ നിയമം അനുസരിച്ച് മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രവർത്തിക്കാവൂന്നിരിക്കെ ആ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പരസ്യമായി മന്ത്രിയും മുഖ്യമന്ത്രിയും പാർട്ടിയുടെ നേതാക്കന്മാരും തീരുമാനിച്ച് പരസ്യ പ്രസ്താവന നടത്തിയാൽ പിന്നെ ഇവിടെ എന്ത് ജനാധിപത്യമാണെന്നേ? ആ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഇവിടെ രാജ്യത്തെ നിയമം ബാധകമല്ല, ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ബാധകമല്ല എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷം മാറിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ജയിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ വർഗീയ ചേരിതിരിവുണ്ടാക്കും. ഇവിടെ BJP-യേക്കാൾ RSS-നേക്കാൾ ഏറ്റവും വലിയ വർഗീയവാദികളാണ് CPM-ന്റെ നേതാക്കന്മാരെന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്നത്തെ ഈ പത്രപരസ്യം. അത് സിറാജിലും അതുപോലെ സുപ്രഭാതത്തിലും മാത്രം കൊടുക്കുന്നതിലൂടെ ആ കണ്ടന്റ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പത്രം കാണിക്കൂ. ആ കണ്ടന്റിന് നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സാങ്ഷൻ ലഭിച്ചതിന്റെ ഒരു പേപ്പർ കാണിക്കൂ. ഇല്ല, നിങ്ങൾക്ക് നൽകാനാകില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല. ശരി, അങ്ങയുടെ ഊഴത്തിൽ അങ്ങേക്കെതിരെ മറുപടി പറയുകയും ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക് ഒന്ന് പോകട്ടെ. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോ സന്ദീപ് വാര്യർക്കെതിരായ സന്ദീപ് വാര്യരുടെ പൂർവ്വകാല രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഒരു പരസ്യമാണ് CPM നൽകിയിരിക്കുന്നത്. ആ കണ്ടന്റ് എന്ന് പറയുന്നത് PM മാർഷോ നേരത്തെ പറയുന്നു, ആ പരസ്യത്തിൽ പുറത്തറിയിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ എതിർക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന്. ആ രാഷ്ട്രീയം നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ സന്ദീപ് വാര്യർ പോയപ്പോൾ അതിനെ തള്ളി പറയുന്നുണ്ടോ? അതൊക്കെ ഇത് കണ്ട് ചിരിക്കുകയാണോ? അതോ അതിനെ ഇപ്പോഴും ഓൺ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആ രാഷ്ട്രീയത്തെ? മധു, നമുക്കിനി 12 മണിക്കൂറും കൂടിയാണുള്ളത് നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ആളുകളെ കാണാൻ സാധിക്കും, അത്രത്തോളം ആളുകൾക്ക് ഇവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയം എന്താണ്. നമ്മളിപ്പോൾ ഈ ഒരു ഷുഗർ കോട്ടഡ് സ്റ്റൈലിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇതിനകത്ത് കൃത്യമായിട്ട് മധുവിനറിയാലോ, ഇതൊരു വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SDP പോലെയുള്ള സംവിധാനങ്ങൾ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തതും അത് ആർക്ക് വേണ്ടി ഇവർ ഉപകരിച്ചു എന്നുള്ളതും അതൊക്കെ നിങ്ങളുടെ റിപ്പോർട്ടർക്ക് പാലക്കാട് അറിയാലോ കൃത്യമായിട്ട്. BJP വരാതിരിക്കാൻ, കഴിഞ്ഞ തവണ BJP-യെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തോ അത് ഇത്തവണയും ചെയ്യണം. ആർക്ക് ചെയ്യണം? കോൺഗ്രസിന്, UDF-ന് ചെയ്യണം എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചിറക്കിയിരിക്കുക. ഇവരാരും മതതീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും മൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആ വിഭാഗത്തിൻ്റെ വോട്ട് വേണ്ട എന്നൊന്നും ഇവരാരും പറഞ്ഞിട്ടില്ല. ഈ PDP-യുടെ വോട്ട് വേണ്ട എന്ന് ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ആ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഇവരൊരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. എന്നിട്ട് പുറത്തു വന്നിട്ടും മതേതരത്വം ഇതൊക്കെ പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, പോകുന്നവർ പോയിക്കോട്ടെ, സ്നേഹത്തിൻ്റെ കടയിലേക്കോ സ്നേഹത്തിൻ്റെ കടയിൽ എന്ത് കിട്ടുമോ സ്നേഹം കൂടുതൽ കിട്ടിയോട്ടെ, അതൊന്നും നമ്മളെ സംബന്ധിച്ച് വിരോധമുള്ള കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ പാലക്കാടിനകത്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ച നിരവധി വിഷയങ്ങളുണ്ട്. ഇവിടെ നിയമസഭയിൽ മത്സരിച്ച് ജയിച്ച് എത്ര വർഷമായിട്ട് ഭരിച്ചിരുന്ന MLA ശ്രീ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ പാലക്കാടിൻ്റെ മന്ത്രിയായിട്ടുള്ള ബഹുമാനായ ശ്രീ MP രാജേഷും അതുപോലെ തന്നെ പാലക്കാടിലെ മറ്റൊരു മന്ത്രിയായിട്ടുള്ള ശ്രീ ചിറ്റൂരുള്ള ശ്രീ കൃഷ്ണൻകുട്ടിയേട്ടനും ഇത്യാദി ആളുകൾ 3 പേരും ശ്രീകണ്ഠൻ MP ഉണ്ടായിരുന്നിട്ടും പാലക്കാട് ഇന്ന് 100% പിന്നോക്കാവസ്ഥയിലേക്ക് നിൽക്കുന്നത് അവിടെ നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ കാരണം അവിടെ വളർത്താതിരിക്കുന്ന ഒരു ചക്കുളത്തി പോരാട്ടമാണ്. അതല്ല വേണ്ടത്. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത
ഏറ്റവും ദയനീയ അവസ്ഥയിലേക്കാണ് പാലക്കാട് മണ്ഡലം നിൽക്കുന്നത്. പ്രായരിയിലും മാത്തൂരും കണ്ണാടിയും അടക്കമുള്ള സ്ഥലങ്ങളിൽ, മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്നും പ്രതിസന്ധികളുടെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൽ പോലും ഈ കോൺഗ്രസിൻ്റെ നേതാവിന് സാധിച്ചിട്ടില്ലെന്ന്. എന്നാൽ അതിനെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഈ ഇടതുപക്ഷത്തിനും സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല പാലക്കാടിനോട്. പാലക്കാട് മന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രിയല്ലേ. അപ്പോൾ ഇതിലൊക്കെ ഇവർ നടത്തിയിട്ടുള്ള സൂത്രപ്പണികൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. 1.5 വർഷം ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ആ 1.5 വർഷം ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡിൽ നിങ്ങൾ മാർക്കിടുക. ആ മാർക്കിട്ടതിന് ശേഷം ഭാവിയിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണോ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞങ്ങൾ വളരെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 12 മണിക്കൂറുള്ള ഇനിയുള്ള വോട്ടിംഗ് സ്റ്റേഷനിലേക്ക് ആളുകൾ പോകുന്ന ഈ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, മിനിഞ്ഞാന്നേ പറഞ്ഞല്ലോ. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയത്തെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഏറ്റവും ഒടുവിലുള്ള ദിവസം CPM രംഗത്തെത്തുന്നത്. CPM അതിനു വേണ്ടിയുള്ള സന്നാഹങ്ങളും അതിനുവേണ്ടിയുള്ള പരിശ്രമവുമാണ് കൂടുതലായി നടത്തുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാണ് അദ്ദേഹം. ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടുതലായി കോൺഗ്രസിന് സമാഹരിച്ചു കൊടുക്കുമെന്ന് പറയുന്ന വോട്ടുകൾ നിങ്ങളിലേക്ക് തന്നെ ഉറപ്പിക്കാൻ ഈ പരസ്യവും ഈ പ്രചാരണവും നിങ്ങൾക്ക് സഹായകരമാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഇവിടെ നിന്നും ഒന്നും സമാഹരിക്കാനില്ല മാധു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്നേഹത്തിൻ്റെ കടയിലേക്ക് പോയി എന്നുള്ളതാണ്. മാധുവിനോട് ഒരൊറ്റ മിനിറ്റിൽ 65 സെക്കൻഡ് കഴിഞ്ഞാൽ മാധു കട്ട് ചെയ്തോ, ഞാൻ പറയുന്ന വാക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ. അതായത് സന്ദീപ് പോയത് സ്നേഹത്തിൻ്റെ കടയിലേക്ക് എന്നാണ് പറയുന്നത്. സന്ദീപിൻ്റെ സ്നേഹത്തിൻ്റെ കടയിൽ എന്താ അക്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സ്നേഹത്തിൻ്റെ കടയിൽ സ്നേഹം ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ അടിയന്തരാവസ്ഥ കാലത്ത് വിഷയമുണ്ടാക്കിയതും സിഖ് കൊലപാതകങ്ങൾ നടത്തുന്ന സമയത്തൊന്നും ഈ സ്നേഹമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്നേഹത്തിൻ്റെ കടയിലുണ്ട്. അവരുടെ കട എന്ന് പറയപ്പെടുന്നത് സ്നേഹത്തിൻ്റെ അല്ല, അവരിൻ്റെയും മലരിൻ്റെയും കുന്തിരിക്കത്തിൻ്റെയും കടയാണ്. ഞങ്ങളുടെ കട എന്ന് പറയപ്പെടുന്നത് വികസനത്തിൻ്റെ കടയാണ്. അത് സ്കിൽ ഡെവലപ്മെൻറ്റാണ്. 3800 കോടി രൂപ പാലക്കാടിൻ്റെ പദ്ധതി കൊടുത്തതാണ്. 70 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും അച്ഛന്മാർക്കും കൊടുത്തുള്ള 5 ലക്ഷം രൂപയുടെ പദ്ധതിയാണ്. അത് മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ നേതൃത്വത്തിലുള്ള പാവപ്പെട്ട വളർന്നു വരുന്ന യുവജനങ്ങൾക്കടക്കമുള്ള വിദ്യാർത്ഥികൾക്കടക്കമുള്ള ആളുകൾക്ക് വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ കടയാണ്. ഇത് കൃത്യമായിട്ടുള്ള വികസനത്തിൻ്റെ കടയാണ്. അത് കർഷകൻ്റെ ഫസൽ ഭീമ യോജന ആയിക്കോട്ടെ, കിസാൻ സമ്മാൻ നിധി ആയിക്കോട്ടെ, ഏത് കാര്യമാണെങ്കിലും ഞങ്ങൾ ജൽജീവൻ പദ്ധതി അടക്കം കൃത്യമായി നടപ്പിലാക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കട എന്ന് പറഞ്ഞാൽ മാഷാള്ള സ്റ്റിക്കർ കൊടുക്കുന്ന കടയാണ്. അവിടെ ജാഗ്രത മതി ഭയം വേണ്ട എന്ന് പറയപ്പെടുന്ന കഥയാണ്. കാരണഭൂതൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയപ്പെടുന്ന കഥയാണ്. അവരൊക്കെ നടത്തുമ്പോൾ ഞങ്ങളിവിടെ വികസനത്തിന്റെ കട തുറന്നിട്ടുള്ള ശ്രീ മെട്രോമാൻ ശ്രീധരൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വികസനം, നാടിന്റെ നന്മ, ഒപ്പം നിൽക്കും, കൂടെ നിൽക്കും, ചേർത്ത് പിടിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇലക്ഷൻ അവസാനിക്കുന്നത് വരെ കാണുകയുള്ളൂ. കാരണം വയനാട്ടിൽ അങ്ങനെയാണ് കാണുന്നത്. വയനാട്ടിൽ ഇന്നിപ്പോ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ വി മുരളീധരൻ പറയുന്നു, ഇവിടെ ഒരു 3 വാർഡിനല്ലേ സംഭവിച്ചിട്ടുള്ളൂ, നാട് മുഴുവൻ ഒളിച്ചുപോയെന്ന് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതിനെ നിസ്സാരവൽക്കരിക്കുന്നു. അതിന് തൊട്ടു മുൻപ് KV തോമസിന് കേന്ദ്രം അയച്ച കത്തിൽ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചത് നിരാകരിക്കുന്നു. മാധു, അതിന് എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ മാധുവിനോട് കൃത്യമായി പറഞ്ഞു തരാം. ദേശീയ ദുരന്തമായിട്ട് ഇങ്ങനൊരു വിഷയത്തെ പ്രഖ്യാപിക്കാൻ സാധ്യമാകില്ല എന്നുള്ളത് എനിക്കും അറിയാം, മാധുവിനും അറിയാം. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം 2013 UPA സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് എടുത്തൊരു തീരുമാനം, മൻമോഹൻ സിംഗ് സർക്കാരുള്ള സമയത്ത് എടുത്തൊരു തീരുമാനമാണ്. അതിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കും മാധുവിനും അറിയാം. ഇതൊരു പൊളിറ്റിക്കൽ ഭാഷയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാൽ. അത് പൊളിറ്റിക്കൽ നീക്കമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ മുഖ്യമന്ത്രിയുടെ മറ്റേ ഫണ്ടിലേക്ക് വന്നിട്ടുള്ള പൈസ, അപ്പോൾ നിങ്ങൾ പറയും അത് കേരളത്തിൻ്റെ അവകാശമാണ്. ശരിയാണ് മാധു, കേരളത്തിൻ്റെ അവകാശത്തിൽ വയനാടിന് അവകാശമില്ലേ? ആ വയനാടിന് വിഹിതമില്ലേ? സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് BJP അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകൾ കൊടുത്ത 80 കോടി അടക്കമുള്ള കോടികളുടെ വിവരാവകാശ ഇത് വന്നിട്ടുണ്ടല്ലോ. എത്ര 500+ കോടി രൂപ ഇപ്പോൾ അതിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ഉണ്ടാക്കുന്ന നിങ്ങളുടെ മാതൃഭൂമി പത്രത്തിൽ തന്നെ മിനിഞ്ഞാന്നത്തെ റിപ്പോർട്ട് നിങ്ങൾ ആലോചിക്കണം. 2200 ചില്ലുവാനം കോടി രൂപ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കേന്ദ്രത്തിന് 2 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെർട്ട് കമ്മിറ്റി തീരുമാനിച്ച് ഇവർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ടൗൺഷിപ്പിൻ്റെ പദ്ധതിയോ എവിടെ സ്ഥലം കണ്ടെത്തിയെന്നോ ആ സ്ഥലത്ത് ഇത്ര വീടുകൾ വേണമെന്നോ ഇത്ര കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള അതിൻ്റെ നോംസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇവർ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യം. ഇവർ അത് കൊടുക്കാതെ ഇതിന് BJPക്ക് വയനാട് എന്ന് പറയപ്പെടുന്നത് ഒരു എന്താ പറയുക ഇലക്ട്രൽ ടൂളല്ല മാതൃ. BJPക്ക് വയനാട് എന്ന് പറയുന്നത് ഇലക്ട്രൽ ടൂളല്ല, ഇവർക്കതൊരു ടൂളാണ്. അതുകൊണ്ടാണ് ഇവരിന്ന് അവിടെ പരിപാടികൾ നടത്തുന്നത്. അവിടെ മുഖ്യമന്ത്രി ദുരന്തത്തെ നിസാരവൽക്കരിച്ച് കണ്ടതോ? വി മുരളീധരൻ ഈ ദുരന്തത്തെ നിസാരവൽക്കരിച്ച് കണ്ടതോ? 3 വാർഡിൽ മാത്രമല്ലേ ഈ സംഭവം ഉണ്ടായിട്ടുള്ളൂ എന്ന് അങ്ങനെ നിസാരവൽക്കരിച്ച് കാണാൻ കഴിയുന്ന ജനനാശമാണോ നമുക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത്?
അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ വയനാട് ദുരന്തത്തുമായി ബന്ധപ്പെട്ട് യാതൊരു വിധ കാര്യത്തിലും പക്ഷേ അവിടുത്തെ ആളുകൾ അനുഭവിച്ച വേദനയല്ല പറയുന്നത്. ശ്രീ മന്ത്രി കെ രാജൻ, മധു അറിയുന്ന ഒരാളല്ലേ, നമ്മുടെ കേരളത്തിലെ മന്ത്രിയല്ലേ, അദ്ദേഹം റവന്യൂ മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കുറച്ച് നാൾ മുൻപ് നിങ്ങളുടെ ബൈറ്റുകളൊന്ന് എടുത്തു നോക്കൂ. അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ വിഷയത്തെ വയനാട് ദുരന്തം എന്ന് പറയരുത്. വയനാട് ദുരന്തം എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ ടൂറിസം മേഖലയെ മൊത്തം ബാധിക്കും. ഇതൊരു മേഖലയിലുണ്ടായ ദുരന്തമാണ് എന്ന് കെ രാജൻ മന്ത്രി പറഞ്ഞ സമയത്ത് ഇന്ന് വി മുരളീധരനോട് തോന്നിയ ആ ദേഷ്യം നിങ്ങൾക്ക് എന്താ തോന്നാഞ്ഞത്? അതിനെ നിങ്ങൾ അങ്ങനെ കാണണ്ട. അതിലെ രാഷ്ട്രീയമാണ് മധു സംസാരിക്കുന്നത്. ആ മേഖലയിൽ നടന്നൊരു വിഷയത്തിന് വലിയ വിഷയമായി മേഖലകളെ മാത്രമല്ല അത് ബാധിച്ചിരിക്കുന്നത്, വയനാടിന്റെ ടൂറിസം മേഖലയെ ആകെ ബാധിക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ് മന്ത്രി അത് പറയുന്നത്. ഇപ്പൊ ഞാൻ കേന്ദ്ര സഹായത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങ് സംസ്ഥാനത്തിന്റെ സഹായത്തെ കുറിച്ച് ചോദിക്കുന്നു, വി മുരളീധരൻ പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് കെ രാജനെ കുറിച്ച് പറയുന്നു. ഈ താരതമ്യത്തിനപ്പുറത്തൊരു യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണോ? കേന്ദ്ര സംഘങ്ങൾ വന്ന് പരിശോധന നടത്തി പോയതിന്റെ പേരിൽ മാത്രം അസമിനടക്കം, ത്രിപുരയ്ക്കടക്കം, ഹിമാചൽ പ്രദേശിനടക്കം, സിക്കിമിനടക്കം, തമിഴ്നാടിനടക്കം, രാജസ്ഥാനടക്കം നൽകിയ സഹായങ്ങളുടെ പട്ടികയൊക്കെ ഉണ്ടല്ലോ. ഇതിൽ ഇത്രയും കാലം ശരി പോട്ടെ, ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഇതിലെടുക്കുന്ന കാലതാമസം എന്തുകൊണ്ടാണ്? മധു ചോദ്യങ്ങൾ മുഴുവൻ ചോദിച്ചിട്ട് അപ്പുറത്തെ ആളുകളിലേക്ക് പോകരുത്. എനിക്ക് മറുപടി പറയാനുള്ള ആവശ്യം തരണം. മധു, നിങ്ങളിതിനെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുത്ത കാര്യങ്ങളുമായിട്ട് സാമാന്യവൽക്കരിച്ചിട്ട് കാര്യമില്ല. ഒരു സർക്കാർ എന്ന് പറയപ്പെടുമ്പോൾ ആ സർക്കാരിൻ്റെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള കൃത്യമായിട്ട് നല്ല ഫണ്ടുണ്ട് കേട്ടോ മധു. നിങ്ങളത് മനസ്സിലാക്കണം. ഈ ഫണ്ട് ഇവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, സുമനസ്സുകൾ കൊടുത്ത ഫണ്ടുകളുണ്ട്. ഈ ഫണ്ടുകൾ പ്രകാരം സർക്കാർ പ്രഖ്യാപിച്ച എന്താണ് മധു? 6000 രൂപ വാടക കൊടുത്തിട്ടുണ്ടോ മധു? ഒന്ന് അന്വേഷിക്കും, ജെനുവിനായിട്ട് അന്വേഷിക്കൂ. രണ്ടാമത് കാര്യം പറഞ്ഞെന്താ, ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ ടൗൺഷിപ്പിന് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ടോ, എക്സ്പെർട്ട് കമ്മിറ്റി അതിനെ പഠിച്ചിട്ടുണ്ടോ, പഠിച്ച പ്രകാരം അവരുടെ 1-to-1 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടോ, എന്തൊക്കെ അവിടെ ചെയ്യണമെന്ന് ഇവർക്ക് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇവർ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേഷൻ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കാശ് എന്ന് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല മധു. മധുന് അറിയില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടൊരു സർക്കാർ ചെയ്യേണ്ട അത് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള അഡ്മിനിസ്ട്രേഷൻ ഇല്ലേ കേരളത്തിൽ? എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. നമുക്ക് പി എം ആർഷയോട് ചോദിക്കുകയും ചെയ്യാം. എന്റെ ചോദ്യം ഇത്രമേ ഉള്ളൂ. ഈ 3 വാർഡല്ലേ ഒഴുകിപ്പോയത് വയനാടിന് ആകെയുള്ള പ്രശ്നമല്ല എന്ന് നിങ്ങൾ 13-ാം തീയതിക്ക് മുൻപ് ചോദിക്കില്ലായിരുന്നു. കാരണം അവിടെ നിങ്ങൾക്ക് വിധി എടുത്ത് വരേണ്ടതുണ്ടായിരുന്നു. ആ കത്ത് 10-ാം തീയതി ഡേറ്റ് വെച്ചിട്ട് അത് 14-നാണ് ഇവിടെ വന്നത്. കാരണം നിങ്ങൾക്ക് അവിടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമായിരുന്നു. അത് ജനം വിധി എടുത്തതിന് തൊട്ട് മുൻപ് ചോദിക്കാൻ ഉള്ള ആർജവം നിങ്ങൾക്കില്ലാതെ പോകുന്നത് അതിനുശേഷമാകാം എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണോ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഇടവേള അനിവാര്യമാണ്. ഞങ്ങൾ ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ശ്രീ പി എം ആർഷോദ, നേരത്തെ ജ്യോതികുമാർ ചാമക്കാല വളരെ ഡയറക്റ്റായി അങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ നാട്ടിൽ നിയമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലയില്ലാത്തത് കൊണ്ടാണോ? ഞങ്ങൾ പ്രചരിപ്പിക്കാൻ ആവശ്യമായ കാര്യം പ്രചരിപ്പിക്കും, അതിനുശേഷം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരിട്ട് കൊള്ളാമെന്ന നിലപാടെടുക്കുന്നത് എന്ന് ഇത്തരം പത്രപരസ്യങ്ങൾ നൽകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് കിട്ടുന്ന അനുമതി പത്രം അടക്കമാണ് പത്രങ്ങളിൽ ഈ പരസ്യത്തിന് കണ്ടന്റ് കൊടുക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, അതിനുശേഷം വരുന്നത് എന്താണെങ്കിലും ഞങ്ങൾ കണ്ടോളാം എന്ന് പറയുന്നത് നിയമത്തിനെതിരെയുള്ള വെല്ലുവിളിയല്ലേ എന്ന് ചോദിക്കുന്നു ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ ഇന്നത്തെ ദിവസവും ഇവരുടെ പ്രഖ്യാപനമുണ്ട്, നാളെ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആരെങ്കിലും തടഞ്ഞാൽ അതിനെ ഞങ്ങൾ നേരിടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ 1000-കണക്കിന് കള്ളവോട്ട് ചേർത്ത ആളുകൾ ജനാധിപത്യം, തെരഞ്ഞെടുപ്പ് അട്ടിമറി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ പറഞ്ഞല്ലോ, വളരെ കൃത്യമായി ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഇനി ഈ നിമിഷം വരെ ഞങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും ചോദിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിക്കണമല്ലോ. ഞങ്ങളോട് ഈ ഘട്ടം വരെ ഒരു വിശദീകരണവും ഈ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കുന്ന പക്ഷം വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകും എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വിശദീകരണം നൽകില്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. നിയമം ലംഘിക്കുകയാണ് എങ്കിൽ അതിനുശേഷം പോലീസ് കേസ് എടുക്കും, അല്ലെങ്കിൽ പോലീസ് കേസ് എടുത്തില്ലല്ലോ എന്ന് ആ ക്രൈം ഉണ്ടായതിനു ശേഷം അപ്പോൾ തന്നെ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു നിയമം ഉണ്ടായെന്ന്, അതായത് ഈ അനുമതി പത്രത്തോടൊപ്പമാണ് പരസ്യത്തിന്റെ കണ്ടന്റ് പത്രങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ധാരണയുണ്ടാകുമല്ലോ. അങ്ങനെയാണോ കൊടുത്തത്? മാഡം
ഞങ്ങൾ വളരെ കൃത്യമായി അതിൻ്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഏതെങ്കിലും നിലയ്ക്കുള്ള ചട്ടം പാലിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് മന്ത്രി പി രാജീവ് ഒക്കെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നല്ലോ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി കാണും എന്ന്. അതെന്തായിരുന്നു ആ സാങ്കേതിക പ്രശ്നം? അല്ല, നിങ്ങൾ മാധ്യമങ്ങളാണല്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വാർത്ത ഇതിൽ സാങ്കേതിക പ്രശ്നം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്. അങ്ങനെ സാങ്കേതിക പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, മാധ്യമങ്ങൾ സാങ്കേതിക പ്രശ്നമുണ്ടെന്നല്ല, അനുമതി ഇല്ലാതെ കൊടുത്തു എന്നുള്ളതാണല്ലോ വിവരം എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഈ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ ചില സാങ്കേതിക കാര്യങ്ങളുണ്ട്, അത് പിന്നീട് പരിഹരിച്ചോളാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം ഉള്ളതിനെ കണ്ണടച്ചുകൊണ്ടാണോ ഇതുമായി മുന്നോട്ട് പോകേണ്ടത്? അല്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ സൂചിപ്പിച്ച ഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന്റെ വിശദീകരണം ഉണ്ടാവും. വിശദീകരണം വരുന്ന ഘട്ടത്തിൽ ഞങ്ങളത് പരിഹരിച്ചു കൊള്ളും എന്നുള്ളതാണ് പറഞ്ഞുള്ളത്. അതിനകത്തൊരു നിയമത്തെയും വെല്ലുവിളിക്കുന്ന കാര്യമില്ല. ഇനി ഈ സാങ്കേതിക പ്രശ്നമാണ് അവരുടെ പ്രശ്നം. അയ്യോ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ജ്യോതികുമാറും ഈ പറഞ്ഞ പോലെ BJP പ്രതിനിധിയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യമുണ്ടല്ലോ. ജ്യോതികുമാർ വീണ്ടും പറയാ വർഗീയമായി ധ്രുവീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആര് ജ്യോതികുമാർ? ഈ കണ്ടന്റിനകത്ത് എന്താണ് വർഗീയമായി ധ്രുവീകരിക്കുന്ന കണ്ടന്റ് ഉള്ളത്? ഇനി ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ 2 പത്രത്തിൽ പരസ്യം കൊടുത്തു. ഞങ്ങൾ ഇന്ന് 4 പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് മാഡം. 4 പത്രത്തിൽ ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പരസ്യത്തിൽ എവിടെയാണ് ഇതിനകത്ത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന കണ്ടന്റ് ഉള്ളത്? ആ നിലയ്ക്കുള്ളൊരു കണ്ടന്റും ഇല്ല. ഇനി ഇവർക്ക് വലിയ ജാള്യത ഉണ്ടാകും. ഇന്ന് ഇവർ പറയണ്ടല്ലോ, അയ്യോ സന്ദീപ് വാര്യർ മഹാനായ മനുഷ്യനായി മാറി. ആ മഹാനായ മനുഷ്യൻ കോൺഗ്രസിലേക്ക് വന്ന് ഈ നിമിഷം വരെ RSSനെ തള്ളി പറയാൻ തയ്യാറായിട്ടുണ്ടോ? രാഷ്ട്രീയമായ ഉൾവിളി ഉണ്ടായിട്ട് തെറ്റിദ്ധരുത്തി കോൺഗ്രസിലേക്ക് വന്ന ആളൊന്നല്ല സന്ദീപ് വാര്യർ. അദ്ദേഹം എന്താ വന്ന സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത്, അല്ലാതെ അദ്ദേഹം ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് വന്നു നിന്ന് ആവർത്തിച്ച് പുലമ്പിയ വിദ്വേഷ പ്രചരണം എന്തൊക്കെയായിരുന്നു നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. അവ ഏതിനെങ്കിലും തള്ളി പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഇനി അത് തള്ളി പറയണം നാളെ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കുമോ എന്ന്? പി സരിന്റെ മുൻ നിലപാടുകൾ നാളെ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കുമോ എന്ന്? പി സരിൻ സമൂഹത്തെ വിഭജിക്കുന്ന നിലയിൽ സെക്യുലറിസത്തിൽ നിന്ന് മാറി നിന്ന് വിദ്വേഷകരമായിട്ടുള്ള ഒരഭിപ്രായ പ്രകടനവും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ നടത്തിയിട്ടില്ല. അതാണ് ഞങ്ങൾ ഉറപ്പ്. ഇനി ഇന്ന് ഇവർ ഈ പറയുന്ന മഹാനായ സന്ദീപ് വാര്യർ ഇന്നെന്താ പറയുന്നത്? എന്റെ വീട്ടുവളപ്പിൽ RSSന്റെ ജാഗ നടത്തും, എന്റെ വീട്ടുവളപ്പിൽ RSSന്റെ കാര്യാലയം നിർമ്മിക്കും എന്നുള്ളത് തന്നെയല്ലേ? BJPയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ RSSന്റെ ശാഖ വീട്ടുവളപ്പിൽ നടത്തും എന്നാണോ സന്ദീപ് വാര്യർ പറഞ്ഞത്? എനിക്കറിയില്ല. എന്തായാലും കോൺഗ്രസിന്റെ പ്രതിനിധി വിശദീകരിക്കട്ടെ. RSSന്റെ കാര്യാലയം സ്ഥാപിക്കുമെന്ന് ശാഖ വീട്ടുവളപ്പിൽ നടത്തുമെന്ന് സന്ദീപ് പറഞ്ഞതായി എനിക്കറിയില്ല. അത് കോൺഗ്രസ് കാര്യാലയം സ്ഥാപിക്കുമെന്ന് അല്ല, കാര്യാലയം സ്ഥാപിക്കുമെന്ന് ഇല്ലേ? കാര്യാലയം സ്ഥാപിക്കും എന്നുമല്ല, കാര്യാലയത്തിന് വേണ്ടിയുള്ള സ്ഥലം വിട്ടുകൊടുക്കാൻ അമ്മ മരിക്കുന്നതിന് മുമ്പ് തീരുമാനിച്ച ആ തീരുമാനം നടപ്പിലാക്കും, ഒപ്പിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞതെന്നാണ് എന്റെ അറിവ്. അല്ലെ, വിട്ടുകൊടുത്ത സ്ഥലത്ത് കാര്യാലയം തന്നെയല്ലേ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്? കാര്യാലയം തന്നെയല്ലേ? ഇനിയിപ്പോ ഇതിന്റെ സന്ദീപ് വാര്യര് അല്ല പറയട്ടെ, അല്ല അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലല്ലേ ഈ പറഞ്ഞ പോലെ സ്ഥലം വിട്ടുകൊടുക്കുന്നത് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അപ്പുറത്തെ തൊടിയിലല്ലോ. ഇനി സന്ദീപ് വാര്യര് മഹാനായ മനുഷ്യനായി മാറുകയല്ല, പറഞ്ഞത് എന്റെ വീട്ടുവളപ്പിൽ ശാഖ നടത്തും, വീട്ടുവളപ്പിൽ കാര്യാലയം നിർമ്മിക്കും എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന്റെ അമ്മ വിട്ടുകൊടുക്കുമെന്ന് ഉറപ്പ് നൽകിയ ഭൂമി അത് ഒപ്പിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു രാഷ്ട്രീയം ഉപേക്ഷിക്കുമ്പോൾ അമ്മയെ കൂടി, അമ്മ പറഞ്ഞ വാക്കുകൂടി ഉപേക്ഷിക്കാൻ പറ്റുമോ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലാണ് കാര്യാലയം വരാൻ വേണ്ടി പോകുന്നത് RSSന്റെ. ഇവർക്കിപ്പോ പ്രയാസം ഉണ്ടാവില്ല, അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ആ പ്രയാസം ഇല്ലാത്തതിന്റെ വാര്യർ എഫക്റ്റ് ആണ് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് KPC പ്രസിഡന്റ്. അല്ലല്ല, ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ മാധു. മിനിഞ്ഞാന്ന് വലിയ കോലാഹലം ഉണ്ടാക്കുന്ന ആളുകൾ ഒരു കോലാഹലം ഉണ്ടാക്കി കണ്ടില്ല. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് K.സുധാകരൻ എന്താ പറഞ്ഞത്? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ജാംബവാന്റെ കാലത്താണെന്ന്. സന്ദീപ് വാര്യർ എഫക്റ്റ് ആണ്. ജാംബവാൻ എന്ത് ചെയ്തു? ബാബറി മസ്ജിദ് തകർത്ത് ആണോ? ഈ നിലയിലേക്ക് കോൺഗ്രസിന്റെ നിലപാട് മാറുന്നുണ്ട് എങ്കിൽ അതാണ് ഇതിനകത്ത് RSSനെ പണയപ്പെടുത്തി കോൺഗ്രസിനെ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് കാണല്ലേ ജാംബവാൻ എന്ത് ചെയ്തു?
ജാംബവാൻ എന്തെങ്കിലും ചെയ്തിട്ടാ? ജാംബവാന്റെ കാലത്താണ് അല്ല, അതാ ഞാൻ ചോദിച്ചത്. നമ്മൾ ഈ പറയുന്ന പ്രയോഗം സമയത്ത് അങ്ങനെയാണ് പറഞ്ഞതിന് എന്താണ്? ഏതെങ്കിലും ബാബയോട് ചേർത്താൽ ശിവൻ അല്ല മാഡം, അതായത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതുൾപ്പെടെ ഈ നാടിനകത്തുള്ള കോൺഗ്രസ് മറന്നു പോകുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ അപജയം അത് ഞങ്ങൾ ഈ നാടിനോട് പറയും. ഇന്ത്യയുടെ തന്നെ മതനിരപേക്ഷ സമൂഹത്തെ വലിയ തോതിൽ ശിഥിലമാക്കാനിടയായ ഒരു രാഷ്ട്രീയ സാഹചര്യം, എന്റെ സാമുദായിക സാഹചര്യങ്ങൾക്ക് അപ്പുറത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ മറന്നുപോകാൻ കഴിയുന്നതൊന്നും ചരിത്രാതീതപ്പെട്ടു പോകുന്ന സംഭവങ്ങളൊന്നുമല്ല. അതൊക്കെ ശരിയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മഹാനായ സന്ദീപ് വാര്യർ, ഇപ്പോൾ മഹാനായ സന്ദീപ് വാര്യർ എന്ന് PM മാർഷോ ആവർത്തിച്ച് പറയുന്നുണ്ട്. ദാ നോക്കൂ, അതിൽ എവിടെയെങ്കിലും കള്ളം എഴുതി വെച്ചിട്ടുണ്ടോ എന്നാണ് CPM-കാർ ചോദിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതിൽ എവിടെയെങ്കിലും കള്ളം പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്ന്. സ്ക്രീൻഷോട്ടുകൾ പലതും വ്യാജമാണ് എന്നൊക്കെ ഇന്ന് UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വ്യാജമാണ് എന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ചർച്ച കേട്ടാൽ തോന്നുക, CPM-ന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന കേട്ടാൽ തോന്നും സന്ദീപ് വാര്യർ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നതാണ്, അതിലുള്ള അസ്വസ്ഥത മൂലമാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോവും. എനിക്ക് തർക്കമില്ല. കാരണം BJP CPM തമ്മിൽ ഇപ്പോൾ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് തർക്കമില്ല എനിക്ക്. കാരണം ഇപ്പോൾ BJP-യുടെ പ്രതിനിധിക്ക് ഉണ്ടായതിനേക്കാൾ വലിയ കുണ്ഠിതമാണല്ലോ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ CPM-ന്റെ പ്രതിനിധിക്ക് ഉണ്ടാകുന്നത്. ഈ ചർച്ചയിൽ ഉടനീളം കേട്ട് നോക്കൂ, BJP പ്രതിനിധി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതിനേക്കാൾ എത്ര 10 മടങ്ങ് കടത്തി പറഞ്ഞുകൊണ്ടാണ് CPM-ന്റെ പ്രതിനിധി സംസാരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? BJP-യിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് വന്നതിന് CPM സഹിക്കുന്നില്ല. CPM എന്ന പ്രസ്ഥാനവും ഇടതുപക്ഷവും സർക്കാരും സഹിക്കുന്നില്ല. എന്താ ഇത് കൊടുക്കുന്ന സന്ദേശം? എന്താ അവർ ലക്ഷ്യം വെക്കുന്നത്? അപ്പോൾ BJP-യിൽ നിന്ന് ഒരാൾ പോലും കോൺഗ്രസിലേക്ക് വരാൻ പാടില്ല. BJP ശിഥിലമാകുന്നതിനെ അവർ അംഗീകരിക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല. ആരംഗീകരിക്കുന്നില്ല? CPM അനുകൂലിക്കുന്നില്ല, CPM അംഗീകരിക്കുന്നില്ല. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു പോയതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് BJP കരുതുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയും സന്ദീപ് വാര്യർക്ക് എന്ന് BJP വിചാരിക്കുന്നില്ല. സന്തോഷത്തോടെ തരുന്നു മാൻഡ്രാക്ക് എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അല്ല ആയിക്കോട്ടെ, BJP-യുടെ വാദം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ CPM-നെ കുറിച്ചാണ്. CPM-ന് എന്തിനാണ് ഇത്ര വേവലാതി? CPM എന്തിനാണ് ഇത്ര വിറവിളി കൂടുന്നത്? BJP-യിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് വന്നതിൽ എന്താ അവരുടെ പ്രശ്നം അടിസ്ഥാനപരമായി? അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നെങ്കിൽ എല്ലാം ശരിയായിരുന്നു കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളാരുമല്ലോ. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വളരെ മാന്യനാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ മുൻ മന്ത്രി കൂടിയായ AK ബാലനും അതുപോലെ തന്നെ MB രാജേഷും അതുപോലെ MV ഗോവിന്ദനും ഒക്കെയാണ്. അവിടെ എന്താ ഇത് അതിനെക്കുറിച്ച് പറയുന്നത്? എന്താ അവരുടെ അഭിപ്രായം? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഭിപ്രായം മാറിയത്? അവിടെയാണ് പ്രശ്നം. ഇവിടെ രാഷ്ട്രീയ പാപ്പരത്വം. ഞാൻ അതിലേക്ക് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു നിങ്ങൾക്കിവിടെ ജയിക്കാൻ കഴിയില്ല. ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിത്വമുള്ള ഒരു വ്യക്തി ഇവിടെ മത്സരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് സംഭരിക്കാൻ കഴിയാത്ത വോട്ടൊന്നും ഇപ്പോൾ ഇവിടുത്തെ C കൃഷ്ണകുമാറിന് സംഭരിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തർക്കവും വേണ്ട. ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇവിടെ അടിസ്ഥാനപരമായ വികസനം ഉണ്ടായിട്ടില്ലെന്ന BJP-യുടെ പ്രതിനിധി പറയുന്നത്. ഒറ്റ ചോദ്യം, തുടർച്ചയായി 3 തവണ ഷാഫി പറമ്പിൽ ജയിക്കുന്നത് അടിസ്ഥാനപരമായ വികസനം ഉണ്ടാക്കാഞ്ഞിട്ടാണോ? തുടർച്ചയായി 2ാം തവണ ഇവിടെ നിന്നും VK ശ്രീകണ്ഠൻ MB ആയി ജയിച്ചത് അടിസ്ഥാനപരമായ വികസനം ഉണ്ടാക്കാഞ്ഞിട്ടാണോ? പാലക്കാട് ജനങ്ങളെ വെല്ലുവിളിക്കരുത്, അവരെ അപമാനിക്കരുത്. അവർ വികസനത്തിന് നൽകിയ വോട്ട് കൂടിയാണിത്. കഴിഞ്ഞ കാലങ്ങളായി UDF-ന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ വിജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ A ക്ലാസ് കാറ്റഗറിയിലേക്ക് പാലക്കാട് അസംബ്ലി സെഗ്മെന്റ് എത്തിയതും ഞങ്ങൾ ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് മാത്രമേ എനിക്ക് BJP പ്രതിയോട് പറയാനുള്ളൂ. കാരണം BJP പ്രതിനിധി ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണോ LDF-ന്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ അതിനാണല്ലോ മറുപടി പറയേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കള്ളവോട്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുക. ആരാ? SFIയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിരുന്ന് കോൺഗ്രസ് കള്ളവോട്ട് ചെയ്തതിനെ കുറിച്ച് പറയുക. ഞാൻ ചരിത്ര പ്രസംഗത്തെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഞാനത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക്, സാധാരണക്കാരായ ഈ മാതൃഭൂമിയുടെ വ്യൂവേഴ്സിന് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവും. കള്ളവോട്ട് ആരാണ് ചെയ്യുന്നതെന്നും ആരാണ് ചെയ്യിക്കുന്നതും എത്രയാണ് ചെയ്തിട്ടുള്ളതും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇപ്പോഴും ഏറ്റവും അവസാനം ചേവായൂരിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള സംഭവഗതികൾ നമുക്കറിയാം. പിന്നെ പറയുന്നു ഞങ്ങൾ എല്ലാ ചട്ടവും പാലിച്ചുകൊണ്ടാണ്, സാങ്കേതികത്വ പ്രശ്നമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിച്ചോളാം. നിങ്ങൾ ചട്ടം പാലിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പുറത്തുവിടൂന്നേ. നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പെർമിഷൻ പുറത്തുവിടൂ. ഒരു തർക്കവുമില്ലല്ലോ. ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി. ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള കണ്ടന്റ് മാത്രമാണ് ഞങ്ങൾ ഇന്ന് സിറാജിലും അതുപോലെ തന്നെ സുപ്രഭാതത്തിലും കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ തീരുമല്ലോ പ്രശ്നം. നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടോ? ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് പെർമിഷൻ വേണ്ടേ? പെർമിഷൻ ഇല്ലാതെ നിങ്ങളെങ്ങനെ പരസ്യം കൊടുത്തു? എങ്ങനെ ആ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു? അതേക്കുറിച്ചാണ് ഞങ്ങളുടെ സംശയം. ഇത് ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി വർഗീയ ചേരിതിരിവുണ്ടാക്കി ഈ പാലക്കാട്ടെ ജനങ്ങളെ ചേരിതിരിവുണ്ടാക്കി ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ അതുകൊണ്ടാണ്. ആ കണ്ടന്റ് കറക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ദേശാഭിമാനി കൊടുക്കാത്തതന്നെ? നിങ്ങൾ 4 പത്രത്തിൽ കൊടുത്തു പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നലെ മാതൃഭൂമി വന്നിരുന്നു പല കണ്ടന്റുകളും. പക്ഷേ അതിലൊന്നും ഈ കണ്ടന്റ് ഒന്നുമില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി
ഏറ്റവും എന്താ അതിനകത്തൊക്കെ പറഞ്ഞിരുന്ന കണ്ടന്റ് വേറെയാണ്. അതിലൊക്കെ വ്യത്യസ്തമായി വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന കണ്ടന്റ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് സുപ്രഭാതത്തിലും സിറാജിലും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ കുടില ബുദ്ധി, നിങ്ങളുടെ വക്രബുദ്ധി, നിങ്ങളുടെ വൃത്തികെട്ട ചീഞ്ഞളിഞ്ഞ ബുദ്ധി അത് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ സന്ദീപ് വാര്യരെ പിന്നെ സ്ഥലം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒസ്യത്ത് നടപ്പാക്കുന്നതിൽ എന്താ തെറ്റ്? അതിനപ്പുറത്തേക്ക് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ചോദിക്കുന്നു സന്ദീപ് വാര്യർ RSSനെ തള്ളി പറഞ്ഞു എന്ന്. സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ പ്രഥമ പത്രസമ്മേളനത്തിൽ തന്നെ RSS ആശയങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്ഥാനാർത്ഥി പി സരിൻ, ആ സരിൻ ഈ മുഖ്യമന്ത്രിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും വാദോരാതെ അറിഞ്ഞം പുറഞ്ഞും ചീത്ത വിളിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. അതൊന്ന് ഡിലീറ്റ് ചെയ്യിക്കാൻ, അത് തെറ്റായി പോയി അദ്ദേഹത്തെ കൊണ്ട് പറയിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പി സരിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്താൻ മുഖ്യമന്ത്രി വന്നിരുന്നല്ലോ. മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള എന്തെല്ലാമാണ്? അതൊക്കെ കേട്ടിട്ട് ഒരു ഉളിപ്പുമില്ലാതെ മുഖ്യമന്ത്രി വന്നു നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ആ മുഖ്യമന്ത്രിക്കുള്ളത്? അദ്ദേഹത്തിന്റെ മുന്നിൽ മൈക്കിലൂടെ ആരെങ്കിലും ഒന്ന് കൂടുതൽ സംസാരിച്ചാൽ, അദ്ദേഹത്തിനോട് മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം ചാടിക്കടിക്കാൻ വരുമല്ലോ. അദ്ദേഹത്തിനെതിരെ ഇത്രയും മോശമായ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ടുള്ള ഒരു നേതാവില്ല. ആ നേതാവിന് വേണ്ടി അദ്ദേഹം പരസ്യമായി പാലക്കാട് 2 ദിവസം വന്ന് 8 മീറ്റിംഗിൽ പങ്കെടുത്തു, 6 മീറ്റിംഗിൽ പങ്കെടുത്തു. ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിന് ഇതൊന്നും തിരുത്തിക്കാൻ കഴിഞ്ഞോ? അദ്ദേഹത്തിന്റെ പാർട്ടിക്കൊന്നും തിരുത്തിക്കാൻ കഴിഞ്ഞോ? എന്നിട്ടാ വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന സന്ദീപ് വാര്യരെ കുറിച്ച്. സന്ദീപ് വാര്യർ BJPയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി കോൺഗ്രസ് ആശയങ്ങളോട് യോജിച്ചുകൊണ്ട് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മാത്രം വന്ന പി സരിൻ, ആ പി സരിന് വേണ്ടി തോളത്ത് ചുമന്നുകൊണ്ട് നടക്കാൻ ഈ ആർഷോയെ പോലുള്ള DYFIക്കാരുടെ വിധി, SFIക്കാരുടെ വിധി നിങ്ങളെ ഓർത്ത് എനിക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ്. BJP ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്. BJPക്ക് ഒരു തരത്തിലും വിജയം സ്വന്തമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കം CPM അടക്കം ഒക്കെ ആരോപിക്കുകയും ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് നേരത്തെ നിങ്ങളുടെ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുത്. അല്ല മാധു, ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണ്. പാലക്കാട് കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം. BJP ജയിക്കില്ല എന്ന് അങ്ങ് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ, ശരി. ശ്രീ ഉല്ലാസ് ബാബു, ഇന്നിപ്പോ നിങ്ങളുടെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന RSSന്റെ ശക്തി എന്താണ് എന്ന് 23-ാം തീയതി അറിയാം എന്നുള്ളതാണ്. RSSന്റെ പ്രവർത്തനം നിങ്ങൾക്ക് പാലക്കാട് വിജയം നേടിത്തരും എന്നുള്ളതാണോ നിങ്ങളുടെ ആത്മവിശ്വാസം BJPയുടെ സംഘടനാ സംവിധാനത്തിനപ്പുറത്ത്? മധു, നേരത്തെ മധുവിന് നാവുടക്കിയതാണോ അതോ മാതൃഭൂമിയുടെ ഒരു അജണ്ട വന്നതാണോ എന്നറിയില്ല. BJP ചിത്രത്തിലേ ഇല്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞു എന്നൊരു വാക്ക് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാർ പോലും പറയില്ല BJP ചിത്രത്തിലില്ല എന്ന്. 23-ാം തീയതി മാധു കൃത്യമായി BJPയുടെ സ്ഥാനം മാധു പറഞ്ഞതെന്നൊരു വൈൻഡ് ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞതല്ലല്ലോ. BJP ചിത്രത്തിലില്ല എന്ന ഭാഷ മാധു ഉപയോഗിച്ചു. അത് തെറ്റാണ് മാധു, അത് തെറ്റാണ്. മധുവിന്റെ ഭാഗത്ത് അത് ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. തർക്കമില്ല. മധു BJP ചിത്രത്തിലില്ല എന്ന് മധുവിനോട് പാലക്കാടിലുള്ള മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാരെങ്ങാനും പറഞ്ഞിരുന്നോ? എങ്കിൽ അവർ ഒരു സംശയവും വേണ്ട, അവർ അറിവില്ലായ്മയാണ് പറഞ്ഞതെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന കാര്യമാണ് പറയുന്നത്. അതന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത്. BJPയും കോൺഗ്രസുമായിട്ടാണ് ഇവിടെ മത്സരം എന്ന് പറഞ്ഞില്ലേ? വീണ്ടും തിരുത്തി പറഞ്ഞില്ലേ? മാധു പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്താ മാധു കേട്ടില്ല? അപ്പോട്ട് അത് വിട്ടേക്ക്. മാധുവിന് തെറ്റുപറ്റിയത് എനിക്ക് മനസ്സിലാവും. മാധു സമ്മതിക്കണമെന്നില്ല. LDFും UDFും അങ്ങനെ പറഞ്ഞു പോരുത്. LDFും UDFും തമ്മിലാണ് മത്സരം എന്ന് LDF പറയുന്നുണ്ട്. കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളും അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാനാണെങ്കിൽ ഞാൻ എടുത്തിട്ടില്ലല്ലോ. നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് എഴുതുന്ന ചോദ്യം അങ്ങനെ അയച്ചു തന്നാൽ മതിയല്ലോ. എനിക്ക്
എൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് എഴുതി തന്ന ചോദ്യം മാധു ഒരിക്കലും ചോദിക്കേണ്ട. ഞങ്ങളുടെ പാർട്ടി ഓഫീസിലും ഞങ്ങളുടെ നേതാക്കന്മാരെയും മാധുവിനെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് സപ്പോർട്ടും വേണ്ട. മാധു, ഞങ്ങൾ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ജയിക്കില്ല എന്നറിഞ്ഞ കാലത്ത് പോലും നിങ്ങളുടെ ഒന്നും ഒരു സപ്പോർട്ടില്ല. ഞങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് ഇന്ന് ഈ നിമിഷം ഉണ്ടായിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ പ്രയാസമൊക്കെ അനുഭവിച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് അല്ല, ഞങ്ങൾ ആയിക്കോട്ടെ, നിങ്ങൾ ബഹുമതിയായിട്ട് എടുത്തോ. നിങ്ങൾ ഈ ചിത്രത്തിലില്ല എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ ഞങ്ങള്. പാലക്കാട് ഞങ്ങൾ ചിത്രത്തിലുണ്ടോ ഇല്ലേ എന്ന് 23-ാം തീയതി പെട്ടി തുറക്കുമ്പോ കൃഷ്ണകുമാർ വിജയിക്കുമ്പോ അങ്ങനെ പറഞ്ഞിട്ടില്ല. ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലത്തിൽ BJP ചിത്രത്തിലില്ല എന്ന് പറയാനുള്ള ബോധക്കുറവൊന്നും എനിക്കില്ല. നിങ്ങളുടെ പറയുന്ന വിമർശനം ചൂണ്ടിക്കാണിക്കുന്നു. അതെന്റെ ഉത്തരവാദിത്വമാണ്. പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ മാധു എന്നെ പറ്റിക്കുക എന്ന് പറഞ്ഞിട്ടാണെന്നറിയോ ഈ തർക്കം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു എന്റെ അഭിപ്രായം അല്ല എന്ന്. എന്നിട്ട് നിങ്ങൾ എന്നോട് വെച്ചുവെക്കാൻ വരികയാണ്. എന്റെ അഭിപ്രായം അല്ല ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ അങ്ങനെ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല. മാധു ഒരു കാര്യം, മാധു പ്രസംഗിച്ചോ? ഞാൻ പ്രസംഗിക്കുന്നില്ല. ഈ ജ്യോതികുമാർ ചാമക്കാലോടും ആർഷോടും കാണിക്കുന്ന ഒരു നീതി നമ്മളോട് കാണിക്കും. മാധു രാഷ്ട്രീയമേറിയിരിക്കാം, ഒരു മാന്യത കാണിക്കേ. മറുപടി പറയട്ടെ, ഞാൻ നിങ്ങൾ ക്ഷണിച്ചു വന്ന ആളല്ലേ, ഒരു ജെനുവിനിറ്റി കാണിക്കേ. ഈ ശ്രീധരന് കിട്ടിയ വോട്ട് വളരെ ബഹുമാനത്തോടെയാണ് ഞാൻ അങ്ങയുടെ പാർട്ടിയുടെ ഒരു പ്രതിനിധിയെ ക്ഷണിച്ചത്. ഞാൻ പറയാത്തൊരു കാര്യം അങ്ങ് പറഞ്ഞാൽ ഞാൻ പറയണ്ടേ? ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു പാർട്ടി ചിത്രത്തിലില്ല എന്നൊരു പ്രഖ്യാപനം ഞാൻ നടത്തുന്നത് എന്ത് നീതികേടാണ്? അത് ഞാൻ ചെയ്തു എന്ന് അങ്ങ് ആരോപിച്ചാൽ എനിക്ക് തിരുത്തണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളാണല്ലോ അത് പറഞ്ഞത്. എത്ര വഴക്കുണ്ടാക്കണ്ട എന്ന് കരുതിയാൽ നിങ്ങൾ എന്തിനാ എന്റെ വെക്കിട്ട് ഞാൻ പ്രേക്ഷകരോട് പറയുന്നു. അത് ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി അങ്ങ് പറയൂ ദയവ് ചെയ്ത്, പ്ലീസ് പ്ലീസ്. എനിക്ക് അങ്ങനെ പ്ലീസ് വേണ്ട, കൃത്യമായി മറുപടി പറയാം. മാധു, സി കൃഷ്ണകുമാർ മത്സരിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലും പ്രായരിയിലും മാത്തൂരും കണ്ണാടിയും അടങ്ങുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവ് 13 വർഷമായിട്ട് ഒരു ചൂക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, കർഷകരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ട് വളർന്നു വരുന്ന യുവതലമുറ അടക്കമുള്ള അമ്മമാരും വയസ്സായവരും അടക്കമുള്ള മെഡിക്കൽ കോളേജ് ആരോഗ്യ പ്രശ്നമടക്കമുള്ള തൊഴിൽ പ്രശ്നമടക്കമുള്ള ഇവിടുത്തെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു ഇടപെടലും നടത്താതെ തന്നെയാണ് ഷാഫി വിജയിച്ചു പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മെട്രോമാൻ ബഹുമാനനായിട്ടുള്ള ശ്രീ ശ്രീധരൻ സാറെ പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ പഞ്ചായത്തുകളിൽ ഒത്തുകളിച്ചുകൊണ്ട് ന്യൂനപക്ഷ ഏകീകരണം കൃത്യമായി BJPക്ക് നേരെ വർഗീയ അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ആ പരിപാടി നടത്തിയത്. അത് ഇനിയും ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹമായിരുന്നു ഇവിടെ ജയിച്ചതെങ്കിൽ ഈ 3.5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം എത്തി നിൽക്കുന്ന ഈ സമയം കൊണ്ട് എത്ര മനോഹരമായിരുന്നതിന് പാലക്കാട് എന്നുള്ള ബോധ്യം ജനാധിപത്യ വിശ്വാസമുള്ള സമൂഹത്തിലുണ്ട്. പിന്നെ ഈ കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ തിരുത്തൽ ശക്തിയാവുക പാലക്കാടുള്ള ജനങ്ങളാണ്. കാരണം നിങ്ങളൊക്കെ 3-ാം സ്ഥാനത്തേക്ക് തള്ളി പറഞ്ഞയച്ചില്ലേ തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിക്കില്ല എന്ന് പറഞ്ഞ്. ആ സുരേഷ് ഗോപി 3-ൽ നിന്ന് 1-ലേക്ക് എത്തി കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ഒരു ചരിത്രം നമുക്ക് 3-4 മാസം മുൻപുണ്ടായിട്ടുണ്ടല്ലോ. അതേ ചരിത്രം എന്തുകൊണ്ടാണെന്ന് പറയാം, ജനാധിപത്യ വിശ്വാസികളിൽ നിന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ മിടുക്കരായിട്ടുള്ള വോട്ടർമാർ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഈ പാലക്കാടും അവർ തിരുത്തൽ ശക്തികളാവും. കാരണം കർഷകനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് കേന്ദ്രവിധ അവന്റെ അക്കൗണ്ടിലേക്ക് വരുമോ എന്നാണ് അവന്റെ ആവശ്യം. ഒറ്റ മിനിറ്റ് അവന്റെ ആവശ്യമുള്ളത്. കേന്ദ്ര സർക്കാർ കൂട്ടുമ്പോൾ കേരള സർക്കാർ കുറയ്ക്കുന്ന നയമൊന്നും നിർത്തലാക്കാൻ സുരേഷ് ഗോപിക്ക് മിനിഞ്ഞാന്ന് കർഷകർ വന്ന് നിവേദനം കൊടുത്തു കഴിഞ്ഞു. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഗ്രാജുവേറ്റ്, BTech, BCom, MCom, MA, BA, സെറ്റ്, നെറ്റ് ഇതൊക്കെ കഴിഞ്ഞ് ചെറുപ്പക്കാരെ തൂപ്പ് പണിക്ക് പോകുന്ന നിങ്ങളുടെ പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗുരുവായൂർ ദേവസ്വത്തിൽ വക്കീലന്മാരടക്കം LLB കഴിഞ്ഞ കുട്ടികളടക്കം തൂപ്പ് പണിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ഗതികേടവസ്ഥ പാലക്കാട് ഉണ്ടാക്കിയത് ഈ ജ്യോതികുമാറിന്റെ പാർട്ടിയുടെ നേതാക്കന്മാരാ. ശ്രീകണ്ഠനടക്കം ഷാഫി അടക്കമുള്ള ആളുകൾ, MP രാജേഷ് കൃത്യമായി അതിൽ പങ്കാളിത്തമുണ്ട്. ശ്രീകണ്ഠനും ഷാഫിയും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഈ പാലക്കാടിന്റെ നിയോജക മണ്ഡലത്തിലുണ്ടോ എന്ന് ചാവക്കാലം ഒന്ന് അന്വേഷിച്ച് നോക്ക്. മാത്തൂരോ കണ്ണാടിയിലോ പ്രായരിയിലോ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലോ സ്വന്തമായിട്ടുള്ള താല്പര്യത്തിന് സ്വന്തമായിട്ടുള്ള
ഡിസിഷൻ ഈ രാജ്യത്ത് ഇതിന് ഒരു റിസ്ക് എടുത്തുകൊണ്ട് 10 പേർക്ക് തൊഴിലുണ്ടാക്കുന്ന ഒരു പദ്ധതി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ വർത്തമാനം പറ. നിങ്ങൾ ഈ പൊതുസമൂഹത്തെ ചതിച്ചു, വഞ്ചിച്ചു, പറ്റിച്ചു. പാലക്കാട് മണ്ഡലത്തെ നിങ്ങൾ തള്ളിയിട്ടു. ഷാഫി എന്ന് പറയപ്പെടുന്ന ഒരു ഗുണവും ചെയ്യാത്ത അതിനുള്ള മറുപടി 23-ാം തീയതി കൃഷ്ണകുമാർ വിജയിച്ചിരിക്കും. ഒരു സംശയമില്ല. കാരണം കൃഷ്ണകുമാർ ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ പി എം ആർ ഷോ, ഇപ്പോ കഴിഞ്ഞ തവണ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുണ്ടായ വോട്ട് വ്യത്യാസം വളരെ കുറവായിരുന്നു. അവിടെ നിന്നാണ് കോൺഗ്രസിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന്, പി സരിനെ പോലെ ഒരാൾ ഇറങ്ങി വന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥിയാകുന്നത്. കോൺഗ്രസിന്റെ കൂടി വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന, കോൺഗ്രസിലെ അസ്വസ്ഥരായവരുടെ കൂടി വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് പി സരിൻ എന്ന് എം പി രാജേഷ് അടക്കം വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇതിപ്പോ പാലക്കാട്ടെ അപ്പോൾ ആ വോട്ട് വ്യത്യാസത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പങ്കുവെക്കലുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചുവടുമാറ്റങ്ങളും കൂടിയൊക്കെ ആകുമ്പോൾ ഒരു ചിത്രം കൃത്യമായി മനസ്സിലാക്കാൻ CPM കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും നേരത്തെ മാധു പറഞ്ഞില്ല എങ്കിലും ഞാൻ വളരെ ആധികാരികമായി തന്നെ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിനകത്ത് BJP തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ല എന്നുള്ളത് വസ്തുതയാണ്. കഴിഞ്ഞ തവണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശ്രീധരൻ കിട്ടിയിട്ടുണ്ട്, അത് BJPക്ക് കിട്ടിയ വോട്ടാണെന്ന് ധരിച്ചു വെക്കുന്നുണ്ടല്ലോ. അല്ല, നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടല്ലോ പാർട്ടി 3-ാം സ്ഥാനത്താ. അപ്പൊ ആ ധാരണയൊക്കെ തിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും സാറേ. വട്ടിയൂർക്കാവില് ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. വട്ടിയൂർക്കാവിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്ന വെളിവേടിനിടയിൽ ഞാൻ ശ്രീ ഉല്ലാസ് ബാബുവിനോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ പേരിലാണ് കഴിഞ്ഞ തവണ ഇത്ര അധികം സമയം വെറുതെ കളഞ്ഞത്. തുടർന്നോളൂ. വെറുതെ കളഞ്ഞത് മാധുവിന് തെറ്റുപറ്റിയതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഇടപെടാൻ പോയിട്ടില്ല. അല്ല, നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെടാൻ പോയിട്ടില്ല സാറേ. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞോണ്ടിരിക്കണ്ട, നിങ്ങൾ പറഞ്ഞ മഹാവീര്യസൊക്കെ അവത്തല്ലാതിരുന്നിട്ടാണോ? ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് മറുപടി നിങ്ങളുടെ അവസരത്തിൽ പറഞ്ഞോ, അല്ലാണ്ട് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ടല്ല. അപ്പോ ഈ തെരഞ്ഞെടുപ്പിനകത്ത് നിങ്ങൾ ഭയങ്കര വികസനത്തെ കുറിച്ചൊക്കെ BJP പറയാണ്. ഈ ശ്രീധരൻ സാറ് ജയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പാലക്കാട് മറ്റൊരു പാലക്കാടാക്കി മാറ്റുമായിരുന്നു എന്നൊക്കെയാണ് ഇവരുടെ വാദം. 8 കൊല്ലമായി ഇവർ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് നഗരസഭ. ആ 8 കൊല്ലത്തെ പാലക്കാട് നഗരസഭാ ഭരണം മാത്രം മതി ഈ നാടിനകത്തെ മനുഷ്യർ BJPയെ തെരഞ്ഞെടുക്കാതിരിക്കുന്നതിന് വേണ്ടി. അത്രയേറെ വികസന മുരടിപ്പിന്റെ കേന്ദ്രമാക്കി, അഴിമതിയുടെ കേന്ദ്രമാക്കി പാലക്കാട് നഗരസഭയെ മാറ്റിയ ആളുകൾക്ക് ഈ മണ്ഡലത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഈ നാട്ടിലെ ജനതയ്ക്കറിയാം. 13.5 കൊല്ലക്കാലം ഈ നാടിനെ ഒറ്റുകൊടുത്ത കോൺഗ്രസ്, ഈ നാടിനെ പാലക്കാടിനെ പുറകോട്ട് നടത്തിയ കോൺഗ്രസ്, അതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. നേരത്തെ ഇപ്പൊ ജ്യോതികുമാറും VD സതീശനും ഉൾപ്പെടെയുള്ള ചില ആളുകളാണ് ചിത്രത്തിലില്ലാത്ത RSS ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രമേശ് ചെന്നിത്തല വന്നല്ലോ, K മുരളീധരൻ വന്നല്ലോ, വളരെ കൃത്യമായി അവർ പറഞ്ഞില്ല ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസും LDFും UDFും തമ്മിലാണ് എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കും. അതിനകത്ത് പല നിലയ്ക്കുള്ള ധ്രുവീകരണ ശ്രമങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. പാലക്കാടിന്റെ സമാധാനാന്തരീക്ഷം തകർത്ത കൊലക്കളാക്കി മാറ്റിയ RSSന്റെ കയ്യിൽ ഒരു കൈ കൊണ്ട് പിടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഇവർക്ക് വേണ്ടി വീട് കയറിക്കൊണ്ടിരിക്കുന്ന SDPIക്കാരാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട് വീട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കും. ഈ സമയം വരെ SDPI എന്ന് പറയുന്ന വർഗീയ സംഘടനയെ തള്ളി പറയുന്നതിന് വേണ്ടി ഇവർ തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ജനം കാണുന്നുണ്ട് എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള റിസൾട്ട്. ഇതിനൊക്കെ ജനം നൽകുമെന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു, അതിൽ തർക്കമില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിൽ ചിത്രത്തിലില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, അവരെ കൊണ്ട് ഈ ഘട്ടമെത്തുമോ ത്രികോണ മത്സരം എന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതല്ലാത്ത മുന്നേറ്റമാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പാലക്കാട് നിയോജക മണ്ഡലം ഞങ്ങൾ വിജയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. കോൺഗ്രസിലെ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യര്, കോൺഗ്രസിലെ സെക്യുലർ ആയിട്ടുള്ള മനുഷ്യര്, കോൺഗ്രസിനെ RSSന്റെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതിൽ എതിർപ്പുള്ള മനുഷ്യര്, അവർ മുഴുവൻ ഡോക്ടർ പി സരിനോടൊപ്പം നിലയുറപ്പിക്കുമെന്നുള്ളതിനകത്ത് തർക്കമല്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു വലിയ കാര്യങ്ങൾ വിമർശനങ്ങളായി ഉന്നയിക്കുന്നു. കോൺഗ്രസിനെ RSSന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കെട്ടുന്നതിനെതിരായ വികാരം കോൺഗ്രസ് അണികളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി നേടും എന്നാണ് CPM പറയുന്നത്.
പി സരിൻ കോൺഗ്രസിലേക്ക് വരാനിടയായ കോൺഗ്രസ് വിട്ടുപോയ സാഹചര്യവും അതുപോലെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരാനിടയായ സാഹചര്യവും ഈ പാലക്കാട് ജനങ്ങൾ വിലയിരുത്തട്ടെ. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ആശയം അടിസ്ഥാനത്തിൽപ്പെടുത്തി വരുന്ന ഒരാൾ, മറിച്ച് അപ്പുറത്ത് നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന്റെ രാത്രി മറുകണ്ഠം ചാടി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അപ്പുറത്ത് പോയ ആൾ, ആ ആളിനെ നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. ഇവിടെ പറയുന്ന SDPIയുമായിട്ടുള്ള ബാന്ധവത്തെക്കുറിച്ചാണ്. ഞങ്ങൾ UDFകാർ ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. UDFിൻ്റെ പ്രകടന പത്രിക, UDFിൻ്റെ ആശയങ്ങൾ, UDFിൻ്റെ ആദർശങ്ങൾ മുൻനിർത്തി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ, ഈ രാജ്യത്തെ വോട്ടവകാശമുള്ള ജനാധിപത്യ വിശ്വാസികൾ ആർക്കും വോട്ട് ചെയ്യാം. അത് ഈ പറയുന്ന ആർഷോയുടെ പാർട്ടിയിൽ ഉൾപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാം, അപ്പുറത്തേക്കുന്ന BJPയുടെ പാർട്ടിയിൽപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാം. ഏത് ജനങ്ങൾക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ ആശയങ്ങൾ, ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രകടന പത്രിക, ഞങ്ങളുടെ സ്ഥാനാർത്ഥി, അതിന്റെ അടിസ്ഥാനത്തിൽ ആർക്ക് വോട്ട് ചെയ്യാം. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോണില്ല. ഞങ്ങളെ സംബന്ധിച്ച് കർഷകർ തിരുത്തൽ ശക്തികളാകും. ആരോഗ്യം മേഖല തകർത്തിട്ട് ഇവിടുത്തെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരുന്ന പാവപ്പെട്ടവർ തിരുത്തൽ ശക്തികളാകും. വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ. താനൊന്നും മിണ്ടാണ്ടിരിക്കണോ? ഇത്ര നേരം വിധി എന്താണ് എന്ന് കേരളം അറിയുകയും ചെയ്യും.